അടിക്കും. നിങ്ങളന്ന് വരണം, നീതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വരണം. അന്ന് ഞാൻ അടിക്കും. എൻ്റെ മകൾ ഇപ്പോഴും നോർമലല്ല. അതെ അതെ, അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ഒരു അമ്മയെന്ന് പറഞ്ഞ സ്ത്രീ അവിടെ ഉണ്ടല്ലോ, അവനേലും ഭീകരതയായത്. അവരെന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? അവർ പറഞ്ഞത് മോളിൽ നിന്ന് വീണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അത് വെണ്ടക്കഷരത്തിലും മനോരമ കൊടുത്തല്ലോ. മനോരമ ഇവിടെ ഇന്നലെ വന്ന് ഞങ്ങളോട് ചോദിച്ചതല്ലേ. ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയണ്ടേ? ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ളതാണ് തെളിവായിട്ട്. അവരെഴുതിയിട്ടുണ്ട് എന്താണെന്ന്. എൻ്റെ മോളുടെ മുഖം ഒരു വികൃത രൂപമായിരുന്നു, മനസ്സിലായ? അതെന്ന് പറഞ്ഞാൽ എന്തെന്നാ അവരെ പേര് വിളിക്കണ്ടേന്ന് എനിക്കറിയില്ല. അവരത്ര ഒരു കൊള്ളരാത്ത വൃത്തികെട്ട സ്ത്രീയാണെന്ന് ഈ സംഭവം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ സംഭവം വന്ന് അവിടെ അയലന്തർത്താരൊക്കെ വന്ന് വിളിച്ചു, അവർ വന്ന് മോളെ കയറി കണ്ടു. അപ്പോഴാണ് പറയുന്നത് അവരത്രയും വൃത്തികെട്ട സ്ത്രീയാണെന്ന്. അവർ മകനെ കൊണ്ട് ഒരിക്കലും കല്യാണം കഴിപ്പിക്കില്ല. എന്ന് വെച്ചാൽ അവരുടെ നിന്ന് ആ മകൻ നഷ്ടപ്പെടാൻ പാടില്ല. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചതെന്നും എന്നിങ്ങനെ ആക്കി തീർത്തതെന്നും. അല്ല, മകളെ ടാർഗറ്റ് ചെയ്തു ഇവർ അവിടെ വെച്ച് തന്നെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവൻ്റെ കൂട്ടുകാരൻ രാജേഷ് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നത് മോൾക്ക് അവിഹിത ബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറയട്ടെ, അവൾ ഒരു സീനിയർ എഞ്ചിനീയറാണ്. അവളുടെ മാനേജർ വിളിച്ചു. മാനേജറാണ് എല്ലായിടത്തും പെണ്ണായിരിക്കണം. അതോടുകൂടി അത് ബ്ലോക്ക് ചെയ്തു. ഇപ്പം അവളുടെ ഞങ്ങളുടെ ഈ കുടുംബത്തിലുള്ള അംഗങ്ങളെ മാത്രം അവൻ ബ്ലോക്ക്. അവക്കടെ ചേട്ടന്മാരി ഇപ്പം ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു എല്ലാവരെയും അവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അവൻ മാനസിക രോഗിയാണ്. അതാരാ? അവിടെയുള്ളവർ ഇപ്പം അവളുടെ ചേട്ടനെയാണ് അവൾ ടാറ്റ ടാക്സി എന്ന് വിളിക്കുന്നത്. എന്താണ് നീമ ആരെയായിട്ടും ബന്ധപ്പെടണില്ല, ഇനി നീമനെ ആരും വിളിക്കരുതെന്നും പറഞ്ഞ് നീമയുടെ ഫോണിൽ നിന്ന് ഇവൻ അഴച്ചു. എന്ന് വെച്ചാൽ ഒരു ഫറയെന്ന് പറഞ്ഞാൽ 9-ാം തീയതി കഴിഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ട്. അപ്പോൾ അവരൊക്കെ അന്തിക്കാണ് എന്താ സംഭവിച്ചത് ഇവർക്ക്. അങ്ങനെ അവളുടെ ചേട്ടനെ വിളിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതെല്ലാം ചെയ്ത് ഇനി അവനായിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അത് എന്താണ് ആ മൈൻഡ്? സംസാരിക്കാൻ പാടില്ല. അവളുടെ ചേട്ടന്മാരോട് സംസാരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ സ്വന്തം വലിച്ചൻ്റെ മക്കള് അവർക്കന്ന് ഉണ്ടായതാണ്. അവർ ഇടിച്ചവനെ കൊന്നേനി. ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്നു അതന്ന് ചെയ്യേണ്ടിയിരുന്നു. കൊല്ലണ്ട, അവൻ്റെ കയ്യും കാലും വെട്ടി അവിടെ ഇടണം. അവൻ ഒരിക്കലും അവിടെ നിന്ന് എഴുന്നേക്കരുതായിരുന്നു. പക്ഷെ ഞങ്ങളപ്പോഴും വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നിയമം പോയതാ, അതല്ലേ എപ്പോഴും നല്ലത്. പക്ഷെ അതിപ്പോൾ തെറ്റി, തീർച്ചയായിട്ടും അത് തെറ്റി. ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞാൻ 1% പോലും വിശ്വസിക്കുന്നില്ല. നീതി കിട്ടിയിട്ട് ഞാൻ പറയാം. നീതി കിട്ടണമെങ്കിൽ ഇപ്പോൾ അവൻ്റെ അമ്മനെ പെങ്ങളെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ല വകുപ്പിൽ റിമാൻഡ് ചെയ്യണം. എന്നാൽ ഞങ്ങൾക്ക് ഒരു കുറച്ച് സമാധാനം ഉണ്ടാവും. എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ഇത്തിരി കൂടി എന്ന് വെച്ചാൽ അവരത്ര ക്രൂരമായ സ്ത്രീയാണ് അവർ, മനസ്സിലായ? അപ്പം അത് ചെയ്യുന്നില്ലല്ലോ. ഇതെന്താ ചെയ്യാത്തത് എന്നാണ് പറയുന്നത്. അവരെങ്ങനെ രക്ഷപ്പെട്ടു? പോലീസിൻ്റെ ഒത്താശയില്ലാണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ മുഴുവൻ ഇത് പറഞ്ഞ് ലോകം മുഴുവൻ പരന്ന സാധനം ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു? അത് പോലീസുകാർ ചെയ്തേക്കും. അവരുടെ ഒത്താശ കൂടി തന്നെയാണ് ചെയ്തേക്കണം. എന്നിട്ട് ഈ പോലീസുകാർക്ക് എന്തെങ്കിലും നിയമ നടപടി എടുത്തോ? ഇല്ല. പിന്നെ അവരെ വെറുതെ സസ്പെൻഡ് ചെയ്ത് സുഖിക്കാൻ വീട്ടിലിരുത്തിയിട്ട് ഒരു കാര്യമില്ല. അവർക്ക് പൈസ കിട്ടും. 2-3 മാസം കഴിയുമ്പോൾ തൊട്ട് അടുത്ത വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എവിടെയെന്ന് വെച്ചാൽ ജോലിയും കിട്ടും. പരമാനന്ദ സുഖം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരെ ഡിസ്മിസ് ചെയ്ത് വീട്ടിലിരുത്തണം. പക്ഷെ അതിവിടെ ചെയ്യുന്നില്ല. അത് ചെയ്യാത്തടത്തോളം എന്ന് വെച്ചാൽ തെറ്റിന് ശരിയായ ശിക്ഷ കൊടുക്കാത്തിടത്ത കാലത്തോളം ഇവിടെ ഒരു പെൺകുട്ടിയെന്നല്ല ഞാൻ പറയണ, ഒരു മനുഷ്യ ജീവനും ഇവിടെ ഒരു വിലയുമില്ല, അവർക്ക് നീതിയും കിട്ടില്ല. പിന്നെ ഇപ്പോൾ സിംഗപ്പൂരിൽ പോയെന്നാണ് പറയണത്. അവൻ പോകും, അവന് അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, അവന് അതിനുള്ള പിടിപ്പുണ്ട്. അവൻ ഇനി അവിടെ വല്ല മാഫിയ സംഘമായിട്ട് ഇവന് ബന്ധമുണ്ടാകുന്നൊന്നും അറിയാൻ പാടില്ല നമ്മൾക്ക്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പിന്നെ ഇവൻ പറഞ്ഞ് എനിക്ക് കല്യാണത്തിന് ബോംബെയിലുള്ള ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റിയില്ല, ഡൽഹിയിലുള്ള ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റിയില്ല, അമ്മ എനിക്കതാണ് സങ്കടം. ഈ ബോംബെ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ല.
അപ്പം ഇവൻ ശരിക്കും ഡ്രഗ്സ് കഴിക്കുന്നുണ്ട്. ഇത് കഴിച്ചില്ല, അവൻ നല്ല ഡീസൻ്റാ. ഇത് കഴിച്ചാൽ കഴിഞ്ഞു. അതാണ്. പക്ഷേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, അത് ഞങ്ങൾ അറിഞ്ഞതാണ്. ഇത് ചോദിച്ചതാണ്. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പിന്നെ അവർ എന്തോ ഫോട്ടോഗ്രാഫിയുടെ പ്രശ്നത്തിന് ആങ്ങളെ ഇടപെട്ടാണ് ആ വിവാഹബന്ധം വേണ്ടെന്ന് വെച്ചത് എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പേര് ഇതുപോലെ പോകാറില്ലേ, നമ്മൾ അത്രേ ചിന്തിച്ചോളൂ. ഞാൻ അവനോട് ചോദിക്കുകയും ചെയ്തു, എൻ്റെ മോളെ നീ കുഴൽ കിണറിലോട്ട് ഇറക്കിയിടരുത് എന്ന് വെച്ചാൽ എനിക്ക് ഇനി കിണറിൽ വീണാൽ ഞാൻ രക്ഷപ്പെടുത്തും, കുഴൽ കിണറിലോട്ട് വീണാൽ എൻ്റെ മകളെ രക്ഷപ്പെടുത്താനുള്ള സ്റ്റാമിന എനിക്ക് ഇപ്പോഴും ഇപ്പില്ല. അതൊക്കെ എനിക്കത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എൻ്റെ മനസ്സും തളർന്നു പോയിരിക്കുന്നു. നമ്മുടെ മനസ്സ് നല്ല ഇതാണെങ്കിലല്ലേ അവരെ കരകയറ്റാൻ പറ്റുള്ളൂ. പക്ഷെ അതും തളർന്നു പോയിരിക്കുന്നു. അതെല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇല്ലമ്മ അങ്ങനൊന്നുമല്ല, ഞാൻ പറയണതല്ല ഇതാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓർക്കണത് എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് എത്ര പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നു. ഇപ്പം ഞങ്ങളുടെ ബന്ധത്തിൽ തന്നെ അങ്ങനെ അതിന് 2 ആഴ്ച മുമ്പ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അത് ഒഴിഞ്ഞു പോയി. എൻഗേജ്മെൻറ്റ് ഇന്ന് കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച ആ ബന്ധം പോവുകയാണ്. എന്ന് വെച്ചാൽ അത് പെൺകുട്ടി ശരിയല്ല എന്ന് മനസ്സിലായപ്പോൾ ആ ബന്ധം പോയി. അപ്പം നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കും. ഇത് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ പറയണ് അതിന് മുമ്പ് ഒരു എൻഗേജ്മെൻറ്റ് നടന്നിട്ടുണ്ടെന്ന്. ഇതൊന്നും നമ്മൾക്കറിയില്ല. എന്നാൽ എന്തോരം അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഇവർ ഇതിങ്ങനെ തുടക്കം കൊണ്ട് അന്വേഷിച്ചിട്ടും ഒരാളെങ്കിലും നമ്മളോട് പറയണ്ടേ. ഇപ്പോൾ അവിടെ പറയണ്ടായി, ഒരു റെസിഡൻസ് അസോസിയേഷനിൽ ആരോടോ ചോദിച്ചാൽ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അച്ഛനോട്. പോലീസ് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവരുടെ തുറന്ന് പറയാമെന്ന്. ഇവർ ഒരു ഗ്യാങ് ആണെന്നാണ് പറയണത്. ശരിക്കും ഇവർ ഈ മയക്കുമരുന്നെന്ന് പറഞ്ഞാൽ എന്ത് ADMA ആണ്, എന്നിട്ട് MDMA, അതാണ് ഇവർ കഴിക്കുന്നതും എന്നൊക്കെയാണ് നമ്മൾക്ക് പുറമേ നിന്ന് കിട്ടിയത്. ഇത് നമ്മൾക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ അന്ന് കഴിച്ചിട്ടുണ്ടെന്നുള്ളൊരു സത്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ശക്തി മോള് പറഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇത്ര ശക്തി അതുപോലൊരു ശക്തി കണ്ടിട്ടില്ലെന്ന് പറയുന്നു. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ വരെ ഞാൻ ആ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു, ഉണ്ടാവും ഞങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ളത്. പക്ഷെ ഇന്ന് എനിക്കിപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അവൻ്റെ അമ്മനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെക്കണം എന്ന് വെച്ചാൽ അവരാണ് കൊടും ക്രൂരതയായ ഒരു സ്ത്രീയാണ്. ഇനി ആ മകനൊരു ജീവിതമില്ല അവരിൽ കൂടി. അപ്പം അവരെ ചെയ്തില്ല എങ്കിൽ അതൊരു നീതികേടാണ്. ഇത്രയൊരു ക്രൂരയായ സ്ത്രീയെ ഇനി അവിടെ വെച്ച് വാഴിക്കാൻ പാടില്ല. അത് ചെയ്തിട്ടില്ല. പിന്നെ ഈ നമ്മൾക്ക് നീതി എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ വിശ്വസിക്കാം. അതുവരെ എനിക്ക് വിശ്വാസമില്ല. അങ്ങാട് മരിക്കട്ടെ ചേട്ടാ, ഇതിനേക്കാൾ നല്ല എൻ്റെ മരണമാണ്. ഇന്നലെ തുടങ്ങി ഞാൻ സംസാരിക്കുന്നതല്ലേ, എന്തിനാണ് ഞാനിങ്ങനെ ജീവിച്ചിരുന്നിട്ട്.